നമസ്കാരം. ഇന്ന് നമുക്ക് എയർസ്റ്റിൽ എന്താണെന്ന് പരിചയപ്പെടാം. ഡിസ്റ്റിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സ്റ്റില്ലാണ് എയർസ്റ്റിൽ. കാരണം ഇതിൽ യാതൊരുവിധ കൂളിംഗ് വാട്ടറോ ഒന്നും ആവശ്യമില്ല. കൂളിംഗ് വാട്ടർ സാധാരണ ഇതിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്റ്റില്ലിലേക്ക് ഒരു വെള്ളത്തിൻ്റെ സപ്ലൈ വേണം. അത് കഴിഞ്ഞിട്ട് സ്റ്റില്ലിൽ നിന്ന് വെളിയിലോട്ട് ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ സപ്ലൈ വേണം. അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനും ഇതിനകത്തില്ല. ഇത് വളരെ നിസ്സാരമായിട്ട് സ്വിച്ച് ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിൽ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം 4 ലിറ്റർ വാഷ് അല്ലെങ്കിൽ കോട മാത്രമേ നമുക്ക് ഒരു സമയത്ത് ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സ്വാഭാവികമായിട്ടും അത്രയും നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുമ്പം ഒരു 700 മുതൽ ഒരു 800-900 മില്ലി വരെ മാത്രമേ മദ്യം ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട യൂണിറ്റാണ്. ഒന്ന് ഇതിൻ്റെ ഒരു പോട്ട്, അവിടെയാണ് നമ്മൾ ഈ വാഷ് ഒഴിക്കുന്നതും അത് ബോയിൽ ചെയ്യുന്നതൊക്കെ അതിനകത്താണ്. അതൊരു 300 വാട്ട്സിൻ്റെ ഒരു പോട്ടാണ്. ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് ഏകദേശം ഒരു 50 വാട്ട്സ് കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു 340 വാട്ട്സിൻ്റെയാണ് ഈ ടോട്ടൽ സിസ്റ്റം. അതേപോലെ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ്. ഏകദേശം 3 മണിക്കൂർ നമ്മൾ റൺ ചെയ്യുമ്പം ഏകദേശം 1 യൂണിറ്റ് മാത്രമേ കറണ്ട് ഇതിൽ നിന്ന് നമുക്ക് ചിലവാകുള്ളൂ. അപ്പം വളരെ ലാഭകരമായിട്ട് നമുക്കിത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ഇച്ചിരി വൈൻ, അത് കടയിൽ നിന്ന് വാങ്ങിച്ച വൈറ്റ് വൈൻ ഒന്ന് ഡിസ്റ്റിൽ ചെയ്ത് നോക്കാം. അത് എത്രമാത്രം സിമ്പിളാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു 4 ലിറ്റർ വൈനാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ പതിയെ നമുക്ക് ആദ്യം മദ്യം വീണ് തുടങ്ങും. ആദ്യം വീഴുന്നത് ഹെഡ്സും അതുപോലെ തന്നെ ഫോർഷോട്ട്സൊക്കെ ആയിരിക്കും. ഇതിലായിരിക്കും മീഥൈൽ ആൽക്കഹോളും അസറ്റോണും അതുപോലുള്ള നമുക്ക് അത്യാവശ്യം ശരീരം ദോഷം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ഇതൊരു ഏകദേശം നമ്മൾ 50 മില്ലിയോളം നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പതിയെ നമ്മൾ കണ്ടെയ്നറിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന കണ്ടെയ്നറിലോട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 600 മില്ലി നമ്മളിപ്പോൾ കളക്ട് ചെയ്യും. ഇപ്പോൾ 2.25 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ഈ ഡിസ്റ്റിലിംഗ് കഴിഞ്ഞു. ഇത് ബാലൻസ് ഉള്ള വൈനാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ആൽക്കഹോൾ കാണില്ല. വളരെ വളരെ ചെറിയ അളവിൽ മാത്രമേ കാണത്തുള്ളൂ. ഇത് സാധാരണ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ എയർസ്റ്റിൽ എന്താണെന്ന് മനസ്സിലാക്കുകയാണെന്ന് കരുതുന്നു. ഇത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം കാണിച്ചെന്നേ ഉള്ളൂ.